സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ എല്ലാ പച്ചക്കറികളും നല്ലപോലെ വളർന്ന് നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് ഞാൻ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു ജൈവ സ്ലറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജൈവ വളമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ്. ഈ കടലപ്പിണ്ണാക്ക് കൊണ്ട് എങ്ങനെയാണ് ഈ വളം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായി വളർന്നു വരുവാനുള്ള ഒന്നാണ് ഈ കടലപ്പിണ്ണാക്ക്. നമ്മുടെ ചെടികൾക്കാണെങ്കിലും ഇലച്ചെടികൾക്കായാലും ഏത് തരം ചെടികൾക്കാണെങ്കിലും പെട്ടെന്ന് അത് വളർന്നു വരാനും നല്ല പച്ചപ്പോടും നല്ല കരുത്തോടു കൂടെയും വളർന്നു വരുവാൻ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ തരം പച്ചക്കറി ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ പൂച്ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. പച്ചമുളകിനായിട്ട് ഇത് കൂടുതലായിട്ടും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഇഷ്ടം പോലെ പച്ചമുളകാണ് കേട്ടോ ഇതിൽ നിന്നൊക്കെ വിളവെടുക്കുന്നത്. ഒരുപാട് മുളകാണ് കേട്ടോ ഇവിടെ കായ്ച്ചിട്ടുള്ളത്. ഈ വളം വേറെ ഒരു വളവും ഇല്ലെങ്കിൽ ഈ ഒരു വളം മാത്രം കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് കായ്ഫലം കിട്ടുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലപ്പിണ്ണാക്കാണ്. ഈ കടലപ്പിണ്ണാക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ അടുത്തുള്ള പലചരക്ക് കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. ഒരു കിലോക്ക് 55-60 രൂപ വരെ ഇതിന് വില വരുന്നുണ്ട്. നല്ല കടലപ്പിണ്ണാക്ക് തന്നെ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൂപ്പലൊന്നുമില്ലാത്ത. ഈ കടലപ്പിണ്ണാക്കിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നൈട്രജനാണ്. ഈ നൈട്രജനാണ് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും മഞ്ഞളിപ്പ് മാറാന് അതുപോലെ ഒത്തിരി ചെടികൾ വളരാനും ഒക്കെ ഇത് നല്ല രീതിയിൽ ചെടികൾക്ക് ഉപയോഗിക്കാം. ഇത് നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ പൊടിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് ഉപയോഗിക്കാം. അപ്പോൾ കൂടുതലായിട്ടും ഇത് പുളിപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പൊടിച്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുളിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും സാധിക്കും. ചെടി നല്ല രീതിയിൽ തന്നെ വളരാനും ഒത്തിരി നല്ലതാണിത്. ഈ കടലപ്പിണ്ണാക്ക് ഇങ്ങനെ ജൈവ സ്ലറിയായി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. ചീരകൾക്ക് അതുപോലെ മുളകിന് തക്കാളിക്ക് വെണ്ടയ്ക്ക് എല്ലാത്തിനും ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 പിടി കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അളവ് കൂടിയെന്ന് വെച്ച് ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടലപ്പിണ്ണാക്കിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ 2 പിടി കടലപ്പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഈ ടെറസിലുള്ള ചെടികളെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് നമുക്ക് അത് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. കാരണം ഈ കടലപ്പിണ്ണാക്ക് പുളിച്ച് വരുമ്പോൾ അത് നല്ല പോലെ അതിൽ കുതിരും. അപ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ വെള്ളം വേണം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിനൊട്ട് ദുർഗന്ധവും മണവും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് ഒരു അച്ച് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഒരു ശർക്കര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഒരു 4-5 ദിവസം നമുക്കിത് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം. നല്ലപോലെ മൂടി വെച്ച് ഒരു തണലുള്ളൊരു ഭാഗത്ത് ഇതിനെ മാറ്റി വെക്കാം. ദിവസം ഒരു വട്ടം ഇത് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ അതാ ഞാനിത് മൂടി വെച്ച് ഇനി നമുക്ക് ഓരോ ദിവസവും ഇത് തുറന്ന് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞ് നമുക്കിത് എടുക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ച ജൈവ സ്ലറി കാണിച്ചു തരാം. 5 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടത്. നല്ല രീതിയിൽ തന്നെ ഈ കഞ്ഞിവെള്ളവും ശർക്കരയും അതുപോലെ ഈ കടലപ്പിണ്ണാക്കും ഇതിൽ കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും ദുർഗന്ധമൊന്നും ഇല്ലട്ടതിന്. കുറേ ദിവസമൊക്കെ വെക്കുമ്പോൾ ദുർഗന്ധമൊക്കെ വരും. അപ്പോൾ നമ്മൾ അതിനായിട്ടൊന്നും നിൽക്കണ്ട. ഒരു 3-4 ദിവസമൊക്കെ വെച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നേരിട്ട് കൊണ്ടുപോയി നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ
ഒഴിച്ച് കൊടുക്കരുത്. ഇത് എത്രത്തോളം ഉണ്ടോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ഇതിലോട്ട് ചേർത്ത് നേർപ്പിക്കണം. വെള്ളം കൂടിപ്പോയാൽ ഒരു പ്രശ്നവുമില്ല, വെള്ളം കുറഞ്ഞു പോവരുത്. വെള്ളം കുറഞ്ഞു പോയാൽ ചെടികൾ കരിയാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇതൊരു കപ്പിലോട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അളവ് കാണിച്ചു തരാം. അപ്പോൾ അതാ 1 കപ്പ് ജൈവ സ്ലറി എടുക്കുകയാണെങ്കിൽ ഈ കപ്പിന് തന്നെ 10 കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിക്കണം. എന്നിട്ട് അത് ചെടികൾക്ക് ഒഴിക്കാവൂ. നേരിട്ട് കൊണ്ടുപോയി ഒരിക്കലും ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പം ഞാനൊരു വലിയ ബക്കറ്റിയിലോട്ട് 1 കപ്പ് ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്തു. ഈ ഒരു കപ്പിന് തന്നെ 10 കപ്പ് വെള്ളം ചേർക്കുക. അങ്ങനെ 1 കപ്പ് 2 കപ്പ് അങ്ങനെ 10 കപ്പ് വെള്ളമാക്കിയെടുത്ത് നല്ല പോലെ നേർപ്പിച്ച് അതിൻ്റെ തെളി നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒരുപോലെ ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളി സൂപ്പർ വളമാട്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാത്തരം ചെടികൾക്കും ഇത് ഒഴിച്ച് കൊടുക്കാറുണ്ട്. നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് വേരുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സഹായിക്കും. അപ്പോൾ അതാ നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം. വെണ്ടയ്ക്കൊക്കെ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മുളകിന് ഒഴിച്ച് കൊടുക്കാം, തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കാം, വഴുതനയ്ക്ക് എല്ലാത്തിനും ഇത് ഒഴിച്ച് കൊടുക്കാം. പച്ചമുളകിനൊക്കെ ഇത് ഒത്തിരി നല്ലതായിട്ട് ഇഷ്ടം പോലെ മുളകാട്ട് ഇതിൽ നിന്ന് കിട്ടുന്നത്. വേറൊരു വളവും വേണ്ട, ഈ ഒരു വളം മാത്രം ഒഴിച്ച് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാ പാവക്കൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പുതിയ വള്ളികളൊക്കെ പടർന്ന് പന്തലിലോട്ട് കയറി തുടങ്ങി. ഇതൊരു ഷമാമിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ അതിനും ഞാൻ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ തൈകളൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. അപ്പോൾ പൂവിട്ട് തുടങ്ങിയ ചെടികൾക്കും അതുപോലെ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് നമുക്ക് ഇതിലോട്ട് 1 പിടി ചാരം ചേർത്ത് അതിലോട്ട് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ നേർപ്പിച്ച് അങ്ങനെയും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചാരമൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഉണ്ടാവും. അപ്പോൾ മുളകിന് ഇത് ഒത്തിരി നല്ലതാണ്. ഇതിലോട്ട് 1 പിടി ചാരം ചേർത്ത് മുളകിന് വഴുതനയ്ക്ക് തക്കാളിക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നിറയെ പൂക്കളും കായ്കളും ഉണ്ടായി നമുക്ക് അതിൽ നിന്ന് ദിവസവും വിളവെടുക്കാനായിട്ട് സാധിക്കും. വിളവെടുപ്പിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും ഈ ഒരു ദിവസം ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, വേങ്ങേരി വഴുതനയാണ് കേട്ടോ. വഴുതനയുടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ വഴുതനയാണ് ഇതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നത്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. വെള്ളീച്ച മുഞ്ഞ അതിനൊക്കെ അത് ഒത്തിരി നല്ലതാണ്. നമ്മൾ ഒരു ദിവസം ഒഴിച്ച് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കരുത്. നമ്മൾ ശ്രദ്ധയാണ് അത്യാവശ്യം. നല്ല ശ്രദ്ധയും നല്ല പരിചരണവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അതിൽ നിന്നൊക്കെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.